മുൻ CPM അംഗവും വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ അനുഭാവിയുമായ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി ഷെഡിന് അജ്ഞാതർ തീയിട്ടു. ഇന്ന് പുലർച്ചെയാണ് ഷെഡ് കത്തി നശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. കൃഷിക്കാവശ്യമായ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായും നശിച്ചു. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഷെഡ് തകർത്തതെന്നും ഇതിന് പിന്നിൽ മുൻ MLA ആയ TI മധുസൂദനാണെന്നുമാണ് പുരുഷോത്തമന്റെ ആരോപണം. വിശദാംശങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, ഒരാളുടെ ഉപജീവന മാർഗമാണ് ഇങ്ങനെ തീയിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ മുൻ MLA ആണ് എന്ന് പറയുന്നു. ഇതിനു മുൻപും പുരുഷോത്തമനെതിരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ പുരുഷോത്തമന്റെ ചെമ്മീൻ കെട്ടിന് സമീപമുള്ള ഷെഡിന് തീ വെച്ച രീതിയിൽ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഷെഡിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തു എന്നൊരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നമ്മൾ കണ്ടതാണ് പയ്യന്നൂരിലെ രാഷ്ട്രീയ കോലാഹലങ്ങൾ. ഈ കോലാഹലങ്ങളുടെ ഭാഗമായി ഈ പുരുഷോത്തമന്റെ വീടിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന കാറ് തള്ളിക്കൊണ്ടുപോവുകയും അത് തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 CPM പ്രവർത്തകർ അറസ്റ്റിലാവുകയും പിന്നീട് അവർ ജാമ്യത്തിൽ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സമാന രീതിയിൽ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായിട്ടുള്ള ചെമ്മീൻ കെട്ട് കൃഷിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത കണ്ടത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ MLAയും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി മധുസൂദൻ നേരെയാണ് ആരോപണം ഉയരുന്നത്. ടി മധുസൂദന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എന്തായാലും ഈ പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള വി കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായതാണ്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരുടെ വീടിന് നേരെ ഇത്തരത്തിൽ പടക്കമെറിയുന്നതും അതുപോലെ തന്നെ ഈ കാറ് ബൈക്ക് ഉൾപ്പെടെയുള്ളവ കത്തിക്കുന്നതും വീടിന് മുമ്പിൽ റീത്ത് വെക്കുന്ന സംഭവങ്ങളും തുടർക്കഥയായതാണ്. അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്തായാലും വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്ന വലിയ രീതിയിലുള്ള ആരോപണം കൂടി ആ ഘട്ടത്തിൽ അവർ ഉയർത്തിയതാണ്. അതേ കാര്യം അവർ വീണ്ടും ഉയർത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. എന്തായാലും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് TI മധുസൂദനെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന റീത്ത് വെച്ച സംഭവങ്ങളിലടക്കം കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വീണ്ടും TI മധുസൂദനൻ ഇത്തരത്തിൽ ഡിവൈഎസ്പിനെ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വീണ്ടും കാണുന്ന നിലയിലേക്ക് കാര്യങ്ങളും കടന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു പുകമറ നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ആരാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു അവ്യക്തത തുടരുന്ന ഒരു സാഹചര്യമാണ്. TI മധുസൂദൻ പറയുന്നത് ഈ ഒരു സംഭവത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ് ചെയ്യുന്നത്? ഈ രാഷ്ട്രീയത്തിന്റെ മറവിൽ ചില പുകമറകൾ ഉണ്ടാക്കി ചില രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ള സംശയമാണ് ഇത്തരത്തിൽ CPMന്റെ കേന്ദ്രങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു അയവും സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീണ്ടും വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ഒരു സ്ഥാപനത്തിന് നേരെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിരുന്ന ഒരു കൃഷി ഉപജീവന മാർഗത്തിന് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. ചെമ്മീൻ കെട്ടിന് നേരെയാണ് ഇത്തരത്തിൽ അതിനോട് സമീപം പ്രവർത്തിച്ചിരുന്ന മോട്ടോർ ഷെഡും ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ഇത്തരത്തിൽ ഷെഡ് ഈ തീ വെച്ച് നശിപ്പിച്ചത്. ജനൽച്ചെല്ലുകൾ ഉൾപ്പെടെ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ കാര്യക്ഷമമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉയരുന്നുണ്ട്. കാരണം ഈ സംഭവങ്ങൾ പലകുറി സമാധാന ചർച്ച ഉൾപ്പെടെ പയ്യന്നൂരിൽ നടത്തിയതാണ്. പക്ഷേ ആ സമാധാന ചർച്ചകളിലൊന്നും ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാനോ അത് ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചിട്ടില്ല എന്നാണ് ഈ ഇന്നത്തെ സംഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഈ വി കുഞ്ഞികൃഷ്ണനും പുരുഷോത്തമനും ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഐശ്വര്യ.